രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് ചോരി, വോട്ട് ക്രമക്കേട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇന്നലെ വന്നിരുന്നു. തെളിവ് സഹിതമാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിനോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കാം. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും രാഹുൽ പറഞ്ഞതെല്ലാം വ്യാജമെന്നാണ് കമ്മീഷന്റെ നിലപാട്. ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കും. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം, പല ആരോപണങ്ങൾക്കും കൃത്യമായ തെളിവ് സഹിതം തന്നെയാണ് അദ്ദേഹം അവിടെ വേദിയിൽ ഉന്നയിച്ചത്. പക്ഷേ അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്ന വാദത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും കർണാടക സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ കൂടി ആയതുകൊണ്ട് അത്തരമൊരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം സജു? ജിൽസി, തീർച്ചയായിട്ടും എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഈ നടപടി തന്നെ ആവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, നേരത്തെ ഇതിലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മാസം 7-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം 9 ദിവസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള മറുപടി പോലും നൽകിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അപൂർണമായിട്ടുള്ള മറുപടിയും വിശദീകരണം മാത്രമായിരുന്നു കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ വോട്ട് ചോരി ആരോപണത്തിന് 2ാം ഘട്ടം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ആലന്ത് മണ്ഡലത്തിലെ അതായത് വലിയ രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണവും അത് തെളിയിക്കുന്ന തെളിവുകളടക്കം രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. ഈ വാർത്താ സമ്മേളനത്തിൽ ഈ ആലന്ത് ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആലന്ത് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് വെട്ടിമാറ്റിയവരെ അദ്ദേഹം ഇന്നലെ വേദിയിൽ കൊണ്ടുവന്നായിരുന്നു ഇത് വിശദീകരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും 2018 അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചു, 2021 കോൺഗ്രസ് ആണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ ഓൺലൈനായി ഇത്തരത്തിൽ വോട്ട് വെട്ടിമാറ്റാൻ ആർക്കും സാധിക്കില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ആലന്ത് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായി നൽകിയത്. അവരുടെ മൊബൈൽ ഫോണുകൾ മറ്റു സംസ്ഥാനങ്ങളാണെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. എന്തായാലും അതിന്മേൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം അപൂർണ്ണമാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് BJPയുടെ എക്സ് ചാനൽ പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അറിവ് അപൂർണ്ണമാണ്, രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം അപൂർണ്ണമാണ്. അതായത് രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ BJP നീക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉടൻ തന്നെ BJP ആസ്ഥാനത്ത് മുൻ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്വീറ്റിൽ വന്ന അതേ കാര്യം തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സ്വരമായിട്ട് ഇപ്പോൾ BJP മാറുന്ന ഒരു കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണുവാൻ സാധിക്കും. എന്തായാലും കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻപായിട്ട് രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെയും വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെയും ഈ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലടക്കമുള്ള വോട്ടുകൊള്ള അത് ഏത് തരത്തിലാണ് ഇവർ ആസൂത്രണം ചെയ്തത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള വിശദീകരണങ്ങളും അതോടൊപ്പം തന്നെ തെളിവുകളും അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണം അത് ജനങ്ങൾക്കിടയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നീക്കം.